നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങിയതിന് പിന്നാലെ കുട്ടനാട്ടിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മണ്ഡലത്തിൽ ജനകീയനായ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ റജി ചെറിയാന് രംഗത്തിറക്കാനാണ് UDF നീക്കം. അതേസമയം തോമസ് കെ തോമസിന് തന്നെ സീറ്റ് നൽകി മണ്ഡലം നിലനിർത്താനാണ് LDF-ൽ ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുട്ടനാട് മണ്ഡലത്തിലെ മിന്നും ജയത്തിന് പിന്നാലെ നിയമസഭാ സീറ്റിൽ ജയം ഉറപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് UDF ക്യാമ്പ്. 1977 മുതൽ 2006 വരെ കൈവശം വെച്ചിരുന്ന സീറ്റ് കോൺഗ്രസിലെ പിളർപ്പിനെ തുടർന്നാണ് UDF-ന് നഷ്ടമായത്. 2006-ലും 2011-ലും 2016-ലും തോമസ് ചാണ്ടി വിജയിച്ച മണ്ഡലത്തിൽ 2021-ലെ തെരഞ്ഞെടുപ്പിൽ NCP-യിലെ തോമസ് കെ തോമസ് ആണ് വിജയിച്ചത്. കേരള കോൺഗ്രസിന് നൽകിയിരുന്ന സീറ്റിൽ ഇത്തവണ മണ്ഡലത്തിൽ സുപരിചിതനായ, മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയുന്ന സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി വിജയം ഉറപ്പിക്കാൻ UDF-ൽ ധാരണയായി കഴിഞ്ഞു. സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന ആവശ്യം മണ്ഡലത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വെച്ചുവെങ്കിലും സീറ്റ് കേരള കോൺഗ്രസിന് നൽകാൻ തന്നെയാണ് KPCC-യുടെയും UDF നേതൃത്വത്തിന്റെയും തീരുമാനം. ഇതോടെ കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനും മുൻ NCP നേതാവുമായ റജി ചെറിയാനെ മത്സരിപ്പിക്കാൻ ധാരണയായി. കുട്ടനാട്ടിലെ നിരവധി ജനകീയ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെട്ട് അനുഭവ സമ്പത്തുള്ള റജി ചെറിയാന് ഇടത് പ്രവർത്തകർക്ക് ഇടയിൽ പോലുമുള്ള സ്വീകാര്യത വോട്ടാക്കി മാറ്റാമെന്ന് കേരള കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ടൂറിസം വ്യവസായ രംഗത്തെ പ്രമുഖൻ കൂടിയായ റജി ചെറിയാന്റെ വ്യക്തിപ്രഭാവവും അഴിമതി വിരുദ്ധ നിലപാടുകളും ജനപിന്തുണയും കൊണ്ട് കുട്ടനാട്ടിലെ ജയം ഉറപ്പിക്കാനാകും എന്ന് UDF വിലയിരുത്തുന്നുണ്ട്. അതേസമയം തോമസ് കെ തോമസിന് വീണ്ടും രംഗത്തിറക്കുന്നതോടെ മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ വോട്ടാക്കി മാറ്റാം എന്നാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. AC റോഡ് നവീകരണത്തിലും കുടിവെള്ള പ്രശ്നത്തിലും കൈക്കൊണ്ട നിലപാടുകൾ വോട്ടായി മാറും എന്ന പ്രതീക്ഷയാണ് NCP ക്യാമ്പിനുള്ളത്. അതേസമയം NDA-ൽ BDJS-നാണ് സീറ്റ് എങ്കിലും തുഷാർ വെള്ളാപ്പള്ളി മത്സരരംഗത്തേക്ക് ഇല്ല എന്നാണ് സൂചന. കുട്ടനാട് താലൂക്കിൽപ്പെട്ട 12-ഉം കാർത്തികപ്പള്ളി താലൂക്കിലെ 1-ഉം ഉൾപ്പെടെ 13 ഗ്രാമപഞ്ചായത്തുകളാണ് കുട്ടനാട് നിയോജക മണ്ഡലത്തിലുള്ളത്. 5000-ൽ പരം ഭൂരിപക്ഷം മാത്രമാണ് കഴിഞ്ഞ തവണ വിജയിച്ച സ്ഥാനാർത്ഥിക്കുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ വെളിച്ചത്തിൽ ഇത് മറികടക്കാനാവും എന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ.